ഇന്നിവിടെ സംഘടിപ്പിച്ചത് സംഘാടകർ ഉദ്ദേശിച്ചതും ഇവിടെ പങ്കെടുക്കാവുന്ന നേതൃത്വങ്ങളും പ്രതീക്ഷിച്ചത് വലിയൊരു ജനക്കൂട്ടത്തെയാണ്. ആലുവയേക്കാൾ കുറച്ചും കൂടി അടുത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് നമ്മളിന്ന് മീറ്റിംഗ് കൂടിയത്. മുല്ലപ്പെരിയാറിന്റെ വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചും നിങ്ങളോടായിരുന്നു പറഞ്ഞു തരുന്നതായിട്ടില്ല. ഇനിയുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ നേരത്തെ അലോഷൻ ചേട്ടൻ പറഞ്ഞ മാതിരി ജനം തെരുവിലേക്ക് ഇറങ്ങണം. ജനം തെരുവിലേക്ക് ഇറങ്ങിയാലേ ഭരണ നേതൃത്വം ഉണരുകയുള്ളൂ. ഭരണ നേതൃത്വം ഉണർന്നാലേ ഈ വിഷയത്തിൽ ഇനി ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കോടതികളിൽ കൂടി ഇങ്ങനെ കടന്ന് പോകും. അപ്പോഴേക്കും അതൊക്കെ പൊട്ടിക്ക് പോരും. ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ ഒരു ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. ഡാമിന്റെ സുരക്ഷ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അത് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ വിദഗ്ധ സമിതിയാണ്. സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് വിദഗ്ധ സമിതിയാണ്. അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. ഡാം എക്സ്പെർട്ടസിനെ കൊണ്ട് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ പരിശോധിപ്പിക്കണമെന്നാണ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ജോയിക്കുർ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം ഉയർത്തി നമ്മൾ ഒരു സമര പരിപാടിയുമായി ഒരു പ്രതിഷേധമായിട്ട് പോകുമ്പോൾ ഗവൺമെന്റ് പറയും അല്ലെങ്കിൽ കോടതി പറയും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ സുരക്ഷ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതിന് കൊടുത്തിരിക്കുന്ന കാലാവധി 1 വർഷമാണ്. ഈ 1 വർഷം ആ ഡാം അവിടെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊരു വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റും. ഇപ്പോ പുണ്യ ദേവാലയത്തിന്റെ സമീപത്ത് നമ്മൾ നിൽക്കുന്നു. അങ്ങനെയുള്ള ഈ ദേവാലയങ്ങളിലും ദൈവത്തേക്ക് വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒരു പക്ഷേ സാധനം അവിടെ ഈ 130 വർഷമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ നാട്ടുകാരെയും സമീപ പ്രവാസികളെയും പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കണമെന്നും മുല്ലപ്പെരിയാർ ഏകോപന സമിതി നടത്തുന്ന സമരങ്ങളിൽ എല്ലാവരെയും പങ്കാളിയാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏകോപന സമിതിക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കേണ്ട അവസരം കിട്ടുകയും ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശരി.